ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫാർമലോഗ. ഫാർമലോഗയുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സെമിസ്റ്റർ ബി ഫാമിൻ്റെ സബ്ജക്ട്സ് ആണ്. സോ 8 സെമിസ്റ്റേഴ്സ് ഉള്ള ബി ഫാമിൽ നമ്മൾ ഇത്രയും വീഡിയോസിൽ 6 സെമിസ്റ്റർ വരെ ഡിസ്കസ് ചെയ്തു. ഇനി 7ാമത്തെ സെമിസ്റ്ററിലെ സബ്ജക്റ്റും സിലബസ് അതിന് ടോപ്പിക്സ് എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ there are mainly 4 subjects in 7th semester B.Pharm. First is instrumental methods of analysis. Second is industrial pharmacy. Third is pharmacy practice. And fourth is the novel drug delivery system. ഇതിൽ ഇൻഡസ്ട്രിയൽ മെത്തേഡ് ഓഫ് അനാലിസിസിന് തിയറിയും പ്രാക്ടിക്കലും ഉണ്ട്. ഇൻഡസ്ട്രിയൽ ഫാർമസിക്ക് തിയറി മാത്രമേ ഉള്ളൂ. ഫാർമസി പ്രാക്ടീസിനും തിയറി മാത്രമേ ഉള്ളൂ. നോവൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിനും തിയറി മാത്രമേ ഉള്ളൂ. ദെൻ പ്രാക്ടീസ് സ്കൂൾ എന്നും പറഞ്ഞ സംഭവമുണ്ട്. അതായത് നമ്മൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് സ്പെസിഫിക് സബ്ജക്റ്റിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ബേസ് ചെയ്ത് ചെറിയൊരു റിസർച്ച് പോലെ നമ്മൾ നടത്തി ഒരു മാനുവലൊക്കെ നമ്മൾ ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യും. പ്രസൻറ്റേഷനും അതിൻ്റെ മാർക്കൊക്കെ കാണും. ഒരു യൂണിവേഴ്സിറ്റി എക്സാമും കാര്യങ്ങളൊന്നും ഇല്ല, അതിൻ്റെ പ്രസൻറ്റേഷനൊന്നും ഇല്ല. അതൊക്കെ നമ്മൾ 8ാമത്തെ സെമിസ്റ്ററിലായിരിക്കും മെയിനായിട്ട്. സോ അതിൻ്റെ ചെറിയൊരു നമ്മളതുമായിട്ടൊന്ന് നല്ല രീതിയിൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പ്രൊജക്റ്റ് പോലെയാണിത്. ഓക്കെ, സോ ഇൻഡസ്ട്രിയൽ മെത്തേഡ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലോട്ട് നമുക്ക് പോകാം. അതിൻ്റെ തിയറി ഉണ്ട്, പ്രാക്ടിക്കൽ ഉണ്ട്. അനാലിസിസ് ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ഒരു സബ്ജക്റ്റാണ്, അതുപോലെ ടോപ്പിക്സാണ് നമുക്ക് ഈ പ്രാവശ്യം ഇവിടെ ഉള്ളത്. ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ്. സ്പെക്ട്രോസ്കോപ്പിയും ക്രൊമാറ്റോഗ്രഫിയുമാണ് മെയിനായിട്ട് നമുക്കിട്ട് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി, ദെൻ ഫ്ലൂറിമെട്രി, IR സ്പെക്ട്രോസ്കോപ്പി, ഫ്ലെയിം ഫോട്ടോമെട്രി, അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി, നെഫ്ലോടെർബിഡോമെട്രി. ക്രൊമാറ്റോഗ്രഫിയുടെ കേസാണെങ്കിൽ അബ്സോർപ്ഷൻ ആൻഡ് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി പഠിക്കാനുണ്ട്. ദെൻ TLC, HPLC, HPTLC, അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി, ജെൽ ഫിൽട്രേഷൻ ക്രൊമാറ്റോഗ്രഫി, അഫിനിറ്റി ക്രൊമാറ്റോഗ്രഫി. ഈ ഓരോ ക്രൊമാറ്റോഗ്രഫിയുടെ പ്രത്യേകതകളും അത് തമ്മിലുള്ള ഡിഫറൻസും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് അത് അറിഞ്ഞു കഴിഞ്ഞാൽ ദിസ് വിൽ ബി വെരി ഈസി. ഓക്കെ, ഇതിൻ്റെ പ്രാക്ടിക്കൽസും നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ ഈ സബ്ജക്റ്റ് അറിയാനും ഇഷ്ടപ്പെടാനും പറ്റും. ഇവിടെ നമ്മൾ മെയിനായിട്ട് പ്രാക്ടിക്കൽസിൽ ക്രൊമാറ്റോഗ്രഫി ചെയ്യുന്നത് TLC, അതുപോലെ പേപ്പർ ക്രൊമാറ്റോഗ്രഫി ചെയ്യും, കോളം ക്രൊമാറ്റോഗ്രഫിയൊക്കെ നമ്മൾ ചെയ്യും മെയിൻലി. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസിൻ്റെ വിശേഷങ്ങളൊക്കെ. മെയിൻലി നമ്മൾ എല്ലാ ഈ ക്രൊമാറ്റോഗ്രഫി ആണെങ്കിലും സ്പെക്ട്രോസ്കോപ്പി ആണെങ്കിലും അതിൻ്റെ ഒരു തിയറി എന്താണ്, നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണ്, അതുപോലെ അഡ്വാൻറ്റേജ്, ആപ്ലിക്കേഷൻസ്, ഡിസഡ്വാൻറ്റേജസ്, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിൻ്റെ എടുത്ത് ചോദിക്കും എക്സാമിനേഷൻ. ഇപ്പം ഫോർ എക്സാമ്പിൾ ആപ്ലിക്കേഷൻസ് ഓഫ് അഫിനിറ്റി ക്രൊമാറ്റോഗ്രഫി എന്താണ്, അതുപോലെ അഡ്വാൻറ്റേജസ് ഓഫ് പേപ്പർ ക്രൊമാറ്റോഗ്രഫി. ഓക്കെ, അതുപോലെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് എന്താണ്. പിന്നെ മെയിൻലി RF വാല്യൂവിൻ്റെ കാര്യങ്ങൾ ചോദിക്കും കേട്ടോ, ഈ TLC, HPTLC ഒക്കെ വരുമ്പം. അങ്ങനെ കുറച്ച് സ്പെസിഫിക് ആയിട്ട് ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ RF വാല്യൂവിൻ്റെ ഇക്വേഷൻ, അതുപോലെ IR സ്പെക്ട്രോസ്കോപ്പിയും UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയൊക്കെയാണ് കുറച്ച് കാര്യമായിട്ട് പഠിക്കാനുള്ളത്. ബിയർ ലാംബേർട്സ് ലോ ഉണ്ട്. അതുപോലെ നമുക്ക് ഈ വൈബ്രേഷണൽ മോഡ്സ്, പൈറോ ഇലക്ട്രിക് ഡിറ്റക്ടേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ ടൈട്രേഷൻ, ദെൻ ഫ്ലൂറിമെട്രി ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ കൺവേർഷൻസ്, ക്വെഞ്ചിങ്, ഫ്ലൂറസെൻസ്, അങ്ങനെയുള്ള പുതിയ പുതിയ സംഭവങ്ങളൊക്കെ നമുക്കിതിൽ പഠിക്കാനുണ്ട്. സോ ഇതൊക്കെയാണ് നമുക്ക് ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസിൽ നമ്മൾ തിയറിയിലും പ്രാക്ടിക്കലും ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. കണ്ടല്ലോ, ആ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന ഒരു ഗ്രാഫ് കണ്ടില്ലേ, X ആക്സിസിൽ Y ആക്സിസിൽ. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പം GPAT, നൈപ്പർ പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് പഠിക്കുമ്പം ഈ ടോപ്പിക്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മളിത് പഠിക്കുന്ന സമയത്ത് തന്നെ നല്ലോണം ഇത് മനസ്സിലാക്കി പഠിച്ചു പോകണം. ഓക്കെ, സോ നെക്സ്റ്റ് സബ്ജക്റ്റ് ഈസ് ഇൻഡസ്ട്രിയൽ ഫാർമസി. ഇൻഡസ്ട്രിയൽ ഫാർമസി എന്ന് പറയുമ്പം നമുക്കതിന് പ്രാക്ടിക്കൽസ് ഒന്നും ഇല്ല. നമ്മൾ
ഇൻഡസ്ട്രീസിൽ ഫാർമസിയുടെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ്, നമുക്ക് ഇതിൽ കുറേ ഷോർട്ട് ഫോംസ് ഒക്കെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഈ ഡോക്യുമെൻറ്റേഷൻ, ഇപ്പം നമുക്ക് R&D, ട്രാൻസ്ഫർ, കൊമേഴ്ഷ്യലൈസേഷൻ, കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെൻറ്റ്സ്. ഓക്കെ, മെയിൻലി 5 യൂണിറ്റാണ് ഇൻഡസ്ട്രിയൽ ഫാർമസിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. പൈലറ്റ് പ്ലാന്റ് സ്കെയിലപ്പ് ടെക്നിക്സ് കണ്ടല്ലോ. പിന്നെ TT ഏജൻസീസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ടെക്നോളജി ട്രാൻസ്ഫർ ഏജൻസീസ് ആണ്. അതെല്ലാം ഷോർട്ട് ഫോമാണ് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. എല്ലാം ഫുൾ ഫോം എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, APC-TT, NRDC, BCIL അങ്ങനെയൊക്കെ. അതുപോലെ CDSCO, CTD, COPP അതിൻ്റെ എല്ലാം ഫുൾ ഫോം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ എന്താണ്, അതുപോലെ ഡ്രഗ് ഡെവലപ്മെൻറ്റ് ടീംസ് ആരൊക്കെയാണ് അതിൽ വരുന്നത്, ക്വാളിറ്റി റിസ്ക് മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇതിലുണ്ട്. ഓക്കെ, സിലബസ് കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ, പക്ഷേ ഇത് പഠിക്കാനായിട്ട് കുറേ ഉണ്ട് കേട്ടോ. പ്രാക്ടിക്കൽ ഇല്ലയെന്നും കരുതി ഇതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കുറയ്ക്കരുത്, അതേ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. നെക്സ്റ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ദ ഡ്രഗ് അപ്രൂവൽ ഫ്രം IND to NDA. ഇതൊക്കെ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ റെഫറൻസ് ടെക്സ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഒരു ഐഡിയ കിട്ടിയല്ലോ. നമുക്കിവിടെ SUPAC ഗൈഡ് ലൈൻസ് പഠിക്കാനുണ്ട്. അതുപോലെ സോളിഡ്, ലിക്വിഡ് ഓറൽസ്, സെമി സോളിഡ്സ് ഒക്കെ നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള ഇന്ത്യൻ റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ്, ഇൻഡസ്ട്രിയൽ സേഫ്റ്റി, ഇപ്പം ആക്സിഡൻറ്റ് റെക്കോർഡ്സ്, മെക്കാനിക്കൽ ഹസാർഡ്സ്, കെമിക്കൽ ഹസാർഡ്സ്, ഫയർ ഹസാർഡ്സ്, ഇലക്ട്രിക്കൽ ഹസാർഡ്സ്, ഫാർമസ്യൂട്ടിക്കൽ ഹസാർഡ്സ്, അതിൻ്റെ സേഫ്റ്റി, പ്ലാന്റ് ലൊക്കേഷൻ ആൻഡ് ലേഔട്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിക്ക് ലൈസൻസ് കൊടുക്കുന്ന അതോറിറ്റി ആരാണ്, അതുപോലെ റോൾ ഓഫ് റെഗുലേറ്ററി അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ, പിന്നെ ഈ റെഗുലേറ്ററി അഫെയർ പ്രൊഫഷണൽസിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഇതെല്ലാം നമുക്ക് ഈ സബ്ജക്ട്സിൻ്റെ കീഴിലാണ് പഠിക്കാനുള്ളത്. ഓക്കെ, thus we get knowledge on the pharmaceutical product commercialization from laboratory to market. So next subject is our pharmacy practice. This is very very important as well as easy subject. ഇതിന് ഞങ്ങൾക്ക് കുറേ നോട്ടുണ്ടായിരുന്നു, അതായത് ഇഷ്ടം പോലെ ഉണ്ട് പഠിക്കാനായിട്ട്. പക്ഷെ നമുക്ക് വായിക്കുമ്പം ഇറ്റ്സ് വെരി വെരി സിമ്പിൾ. അപ്പം ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, ഡെഫിനിഷൻ ഓഫ് ഹോസ്പിറ്റൽ, ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതേസമയം നമുക്ക് കുറേ ഡെഫിനിഷൻസ് ഈ സബ്ജക്റ്റിൽ പഠിക്കാൻ വരും, അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും, മനസ്സിലായോ? അങ്ങനെ ഇപ്പോൾ ഇവിടെ നമുക്ക് തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിങ് എന്താണ്, മെഡിക്കേഷൻ അഡ്ഹറൻസ്, പേഷ്യൻ്റ് കൗൺസിലിംഗ്, അതുപോലെ ഫാർമക്കോ തെറാപ്യൂട്ടിക്സ് എന്ന് പറഞ്ഞ് നമുക്ക് കുറേ ഡിസീസസിൻ്റെ മെഡിക്കേഷൻ മാനേജ്മെൻറ്റൊക്കെ പഠിക്കാനുണ്ട്. ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, PTC എന്ന് പറയും, അതിൻ്റെ ഓർഗനൈസേഷൻ, അതുപോലെ ഹോസ്പിറ്റൽ ഫോർമുലറി, ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇൻ എ ഹോസ്പിറ്റൽ, ഇതെല്ലാം നമുക്ക് പഠിക്കാനുള്ളത് ഫാർമസി പ്രാക്ടീസിൻ്റെ കീഴിലാണ്. നമ്മളൊരു ആശുപത്രിയിൽ പാലിക്കേണ്ട സംഭവങ്ങൾ, അതിൻ്റെ എങ്ങനെയാണ് ഒരു ആശുപത്രിയുടെ ഒരു ലേ ഔട്ട്, അതുപോലെ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, യൂണിറ്റ് ഡോസ് ആണോ, അതുപോലെ ഈ കുറേ സിസ്റ്റംസ് ആയിട്ട് നമ്മൾ ഈ മരുന്നുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്, അതെല്ലാം പഠിക്കാനുണ്ട്. ടൈപ്സ് ഓഫ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ചാർജിങ് പോളിസി, ലേബലിംഗ്, ഡിസ്പെൻസിങ്, അതുപോലെ നമുക്ക് ഒരു ഹോസ്പിറ്റൽ ഫോർമുലറിയിലുള്ള മരുന്ന് നമുക്ക് ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, എമർജൻസി ഡ്രഗ് ലിസ്റ്റ്, ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ഓർഡർ സിസ്റ്റം, വാർഡ് റൗണ്ട് പാർട്ടിസിപ്പേഷൻ, ഫാർമസിസ്റ്റ് ഇൻ്റർവെൻഷൻ. ഓക്കെ, റോൾ ഓഫ് ദ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ നമ്മൾ നല്ല തറവായിട്ട് പഠിക്കുക. ADRൻ്റെ ക്ലാസിഫിക്കേഷനും അതിൻ്റെ റിപ്പോർട്ടിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ്, പിന്നെ ആസ് എ ഫാർമസിസ്റ്റ് നമ്മൾ എങ്ങനെയാണ് പേഷ്യൻ്റ് കൗൺസിലിംഗ് നടത്തേണ്ടത്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പിന്നെ ഡ്രഗ് ആൻഡ് പോയ്സൺ ഇൻഫർമേഷൻ സെൻറ്റർ, സോഴ്സ് ഓഫ് ഡ്രഗ് ഇൻഫർമേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിൽ പാലിക്കേണ്ട അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഈ ഒരു ഫാർമസി പ്രാക്ടീസിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഇതിനും 5 യൂണിറ്റ് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ
ഇവിടെ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ദ ക്ലിനിക്കൽ ലബോറട്ടറി ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അതിൻ്റെ കീഴിൽ നമുക്കിപ്പം LFT, RFT, അതുപോലെ PFT, ഹെമറ്റോളജി, അതായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് വാല്യൂസ്, അതായത് നോർമൽ റേഞ്ച് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ഈസ് റാഷണൽ യൂസ് ഓഫ് ഇഞ്ചെക്ഷൻസ്, ആൻറ്റിബയോട്ടിക്സ് ആൻഡ് ഓവർ ദി കൗണ്ടർ ഡ്രഗ്സ്, അങ്ങനെയുള്ള ടോപ്പിക്സ്. അതായത് കുറേ ഉണ്ട്. ഇൻഡസ്ട്രിയൽ ഫാർമസി വെച്ച് നോക്കുവാണെങ്കിൽ ഫാർമസി പ്രാക്ടീസിന് സിലബസിൽ കുറേ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. ഓക്കെ, ഫാർമസിസ്റ്റ് ഇൻ്റർവെൻഷൻ, അതുപോലെ ഡ്രഗ് തെറാപ്പി മോണിറ്ററിങ്. നമ്മളൊരു പേഷ്യൻറ്റിന് മരുന്ന് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ആ പേഷ്യൻറ്റിന് നമ്മൾ പറയേണ്ടത്, ദ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ എന്താണ് നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പം ഹൗ വി ഷുഡ് ഹാൻഡിൽ ദാറ്റ് തിങ്. ഓക്കെ, ഒരു എമർജൻസി ആയിട്ടുള്ള ഡ്രഗ് ലിസ്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഹോസ്പിറ്റൽ ഫോർമുലറി എന്താണ്, അതുപോലെ PTC, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, അതിൻ്റെ ഒരു ഈ ചെയർപേഴ്സൺ, സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പൊസിഷൻസ് ഉണ്ട്. അതൊക്കെ ആരാണ് കൈകാര്യം ചെയ്യുന്നത് എന്നിവയെല്ലാം നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഈസ് അവർ നോവൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം. ആ പേര് പോലെ തന്നെ നമുക്കറിയാം, ഓറലി നമ്മൾ മരുന്ന് കഴിക്കും അല്ല, അല്ലെങ്കിൽ ഇഞ്ചക്ഷനായിട്ട് നമ്മൾ കൊടുക്കും. ഇത് അല്ലാണ്ട് നമുക്ക് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട്, എന്നാൽ നമുക്ക് മരുന്ന് അഫോർഡബിൾ ആയിരിക്കണം, അതേപോലെ തന്നെ ഈസി അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കണം. നമ്മൾ ചെറിയ ഒരു ഡോസേജിൽ തന്നെ നമുക്ക് നല്ല ആക്ഷൻ കിട്ടി പെട്ടെന്ന് തന്നെ അസുഖം ഭേദമാകണം അല്ലേ? അപ്പം അതിനെ ലക്ഷ്യം ആക്കിക്കൊണ്ട് നമ്മൾ പുതിയ ന്യൂ, അതാണ് നോവൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റംസ് എന്തൊക്കെയാണെന്ന് പറയുന്നത് ഇവിടെ. കൺട്രോൾഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റംസ്, അതുപോലെ മൈക്രോ ക്യാപ്സ്യൂൾസിനെ പറ്റി പഠിക്കുന്നുണ്ട്. ദെൻ മ്യൂക്കോസൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം, ഇംപ്ലാന്റബിൾ ഡ്രഗ് ഡെലിവറി സിസ്റ്റം, ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം, നേസോ പൾമനറി ഡ്രഗ് ഡെലിവറി സിസ്റ്റം, ഗ്യാസ്ട്രോ റിറ്റൻറ്റീവ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം, നാനോ ടെക്നോളജി, ഓക്യുലർ ഡ്രഗ് ഡെലിവറി സിസ്റ്റം, പോളിമേഴ്സ്. ഇത് ഇത്രയും ടോപ്പിക്സ് നമുക്കിവിടെ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാ ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിലും നമുക്ക് കോമൺ ആയിട്ട് പഠിക്കാനുള്ളത് ഡെഫിനേഷൻ, അഡ്വാൻറ്റേജ്, അതുപോലെ ഡിസഡ്വാൻറ്റേജ്, കൺസെപ്റ്റ്. പിന്നെ ഇപ്പം ഓക്യുലർ ഡ്രഗ് ഡെലിവറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ത്രൂ ദ ഇൻട്രാ ഓക്കുലാർ, കണ്ണ് വഴി നമ്മൾ കൊടുക്കുന്നത്. അപ്പം അവിടെ ഉള്ള എന്തൊക്കെയാണ് ഇൻട്രാ ഓക്കുലാർ ബാരിയേഴ്സ്, അതിനെങ്ങനെ നമ്മൾ ഓവർകം ചെയ്യണം, നമുക്ക് ആ കണ്ണിൻ്റെ ആ ഒരു റൂട്ട് വഴി കൊടുക്കാൻ പറ്റുന്ന ഏതൊക്കെ മരുന്നുകളാണ്, അത് ഏതൊക്കെ രൂപത്തിൽ കൊടുക്കാൻ പറ്റും എന്നിവയെല്ലാം പഠിക്കുന്നത് ഈ വിഷയത്തിലാണ്. ദെൻ മറ്റൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്കറിയാം, ഈ ഒരു ബ്രീത്തിങ് പ്രോബ്ലംസ് ഉള്ളവർക്ക് നമ്മൾ ഇപ്പം നെബുലൈസേഴ്സ് അല്ലേ, അല്ലെങ്കിൽ ഇൻഹേലേഴ്സ് കൊടുക്കും. അപ്പോൾ അതൊക്കെ എന്താണ്, നേസോ പൾമനറി ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിൽ വരുന്നതാണ്. അപ്പം അത് എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത്, ഇപ്പം ഡ്രൈ പൗഡർ ഉണ്ട്, മീറ്റേർഡ് ഡോസ് ഇൻഹേലർ ഉണ്ട് അല്ലേ, നേസൽ സ്പ്രേസ് ഉണ്ട്. അത്തരത്തിലുള്ള അതിൻ്റെ ഫോർമുലേഷൻ എങ്ങനെയാണ്, മാർക്കറ്റിൽ അതിൻ്റെ പേരുകൾ എങ്ങനെയൊക്കെ അറിയപ്പെടുന്നത്, ഇവയെല്ലാം നമ്മൾ ഈ വിഷയത്തിലാണ് പഠിക്കുന്നത്. കണ്ടോ? സോ ഇംപ്ലാന്റബിൾ ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിൽ നമ്മൾ ഓസ്മോട്ടിക് പമ്പ്, കൺസെപ്റ്റ് ഓഫ് ഇംപ്ലാന്റ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഡയഗ്രാം ഉൾപ്പെടെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ വി വിൽ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആ ടോപ്പിക്സൊക്കെ. ഇതിൽ നമുക്ക് ഇപ്പോൾ ഓസ്മോട്ടിക് പമ്പിൻ്റെയൊക്കെ ആണെങ്കിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പം അതുപോലെ മൈക്രോ ക്യാപ്സ്യൂൾസിനാണെങ്കിൽ തന്നെ മെത്തേഡ്സ് ഓഫ് മൈക്രോ എൻക്യാപ്സുലേഷൻ ഉണ്ട്. അപ്പം അതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് വരുമ്പം ഇറ്റ്സ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഇഫ് യു ആർ സ്റ്റഡിയിങ് ബൈ നമ്മൾ പടം കണ്ട് പഠിക്കുവാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു സ്റ്റഡി. ലേബൽ ചെയ്യാൻ ഉണ്ട്, അതുപോലെ ഓരോന്നും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ഡ്രഗ് ഡെലിവറി സിസ്റ്റംസ് ആണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഈ സെമിസ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അത് നല്ല വ്യക്തമായിട്ട് കൃത്യമായിട്ടൊരു പ്ലാൻ ചെയ്ത് പഠിക്കണം, മനസ്സിലായോ? അല്ലെങ്കിൽ എല്ലാം കൂടെ കുഴഞ്ഞു കിടക്കും. ഇറ്റ്സ് ലൈക്ക് ഇപ്പം കൺട്രോൾഡ് ആയിട്ടുള്ളതുണ്ട്, ഓക്കുലാറുണ്ട്, ഇംപ്ലാന്റബിൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ടെല്ലാം എടുത്ത് വെച്ചിട്ട് എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്, എത്ര ഡയഗ്രാംസ് പഠിക്കാനുണ്ട്, അതുപോലെ ഇത് മാർക്കറ്റഡ് പ്രൊഡക്റ്റായിട്ട് വരുമ്പോൾ ഉള്ളതിൻ്റെ പേരുകൾ, ഓക്കെ, അതൊക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. So I think this is the end of our 7th semester B Pharm, and we have discussed the main
4 സബ്ജക്ട്സ് ഓഫ് ദ 7th സെമിസ്റ്റർ BPharm. ഇതിൻ്റെ കൂടെ ചെറിയൊരു പ്രൊജക്റ്റ് പോലെയുണ്ട്. ഓക്കെ, അത് നമ്മൾക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് റിസർച്ച് പോലെയൊക്കെ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പ്രസൻറ്റേഷൻ്റെ കാര്യങ്ങൾ കോളേജുകാർ തന്നെ അതിൻ്റെ മാർക്കൊക്കെ ഇട്ട് യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ മെയിൻലി നമുക്ക് 4 സബ്ജക്ട്സ് ആയിരുന്നു പഠിക്കാനുണ്ടായിരുന്നത് 7th സെമിസ്റ്ററിൽ. ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ്, ഇൻഡസ്ട്രിയൽ ഫാർമസി, ഫാർമസി പ്രാക്ടീസും, novel drug delivery system. So thanks for watching guys. Stay tuned. Next video will be coming soon. Bye bye.